നിപ്പ ബാധിച്ച് 2023 ഓഗസ്റ്റ് 30 ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്ന ടിറ്റോ തോമസിന് നിപ്പ പിടിപെടുന്നത്. രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും 2023 ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആരോഗ്യനില മോശമായി. ചികിത്സ തുടരവെ ഡിസംബർ 8 മുതൽ ടിറ്റോ കോമയിലായി. 2 വർഷത്തോളം ടിറ്റോയെ ഇക്ര ആശുപത്രിയിൽ തന്നെയാണ് കിടത്തി ചികിത്സിപ്പിച്ചത്. നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധയേറ്റ് അബോധാവസ്ഥയിലാകുന്ന അപൂർവ രോഗാവസ്ഥയായിരുന്നു. ടിറ്റോയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് ആരോഗ്യമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ക്വാറന്റൈനിലായിരിക്കുമ്പോൾ ടിറ്റോയെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആക്റ്റീവായിരുന്നു ടിറ്റോ. അതുമാത്രമല്ല, അതിനു മുൻപും ടിറ്റോയെക്കുറിച്ച് എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ആരോഗ്യ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ ലോകത്തിൽ തന്നെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടിറ്റോ പക്ഷേ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ആശ്വാസമുള്ളൊരു കാര്യമാണ്. ടിറ്റോയെ കാണുകയും ടിറ്റോയുടെ അച്ഛനെയും അമ്മയും കണ്ടു. ടിറ്റോ ഓരോ ഘട്ടത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ടിറ്റോ എഴുന്നേറ്റ് വരട്ടെ, നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നു. രോഗബാധിതനാകുമ്പോൾ 24 വയസ്സ് മാത്രമായിരുന്നു ടിറ്റോയുടെ പ്രായം. മകന്റെ ആരോഗ്യ പുരോഗതി അന്വേഷിക്കാൻ മന്ത്രി നേരിട്ടെത്തിയ സന്തോഷം കുടുംബവും പങ്കുവെച്ചു. ഞങ്ങൾ പോയി കാണേണ്ടതായ മന്ത്രി ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഞങ്ങൾ ഈ ഭവനത്തിൽ വന്ന് വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ഇപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകാരുടെ ഒരിക്കലും മറക്കാൻ മേലാത്ത ഈ റൂം അവർ ഞങ്ങൾക്ക് 1 രൂപ പോലും വാടകയില്ലാതെ ഞങ്ങൾക്ക് തന്നു. എന്നും വന്ന് പിസോ ചെയ്യും. പിന്നെ അതുപോലെ അവർ വന്ന് നോക്കുകയും വിളിക്കുകയും ഏത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവർ കടന്നു വരും. ഇക്ര ആശുപത്രി തന്നെയാണ് ടിറ്റോയുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്നത്. അതേസമയം എല്ലാവിധ പിന്തുണയും നൽകി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.